ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ മരണസംഖ്യ 500 പിന്നിട്ടിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അത്തരം വിശദാംശങ്ങളിലേക്ക് പോകാം. ഇനി സരുൺ തുടരുകയാണ്. സരുൺ, ഈ മരണസംഖ്യ ഉയരുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്നതാണ്. ഔദ്യോഗിക കണക്കുകൾ 500 എന്ന് പറയുമ്പോഴും സ്വാഭാവികമായും അതിലപ്പുറം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സമാധാനത്തിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള ഒരു സൂചനയും ഒരു കേന്ദ്രങ്ങളിൽ നിന്നും വരുന്നുമില്ല. നിരവധി മനുഷ്യജീവനുകൾ ഇങ്ങനെ പൊരിഞ്ഞു വീഴുന്ന സാഹചര്യം കൂടി ഉണ്ടാകുകയാണല്ലേ. എന്താണ് ഇറാനിൽ ഇപ്പോൾ ഉള്ള സ്ഥിതി? അമേരിക്കയുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അത് ഏത് നിലയിലാണ് പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്? അസിത, ശനിയാഴ്ച പുലർച്ചെ ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം തുടങ്ങിയിരുന്നു. ഇതുവരെ വളരെ കനത്ത നാശമാണ് ഇറാനിൽ ഈ സൈനിക നടപടി ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മരണസംഖ്യ 500 പിന്നിട്ടതായി ഇറാനിയൻ റെഡ് ക്രസന്റ് അറിയിക്കുന്നു. 555 പേർ മരിച്ചെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടതാണ് മിനാബിലെ ആ സ്കൂളിൽ 150-ലേറെ കുട്ടികളാണ് അവിടെ മരിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രം ഇറാനിലെ ഫാർസിൽ 35 പേരാണ് വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 200-ലേറെ വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങളായിരുന്നു ഖമനേയിയെ കൊലപ്പെടുത്തിയ ആ മിഷന് ശേഷം, എപ്പിക് ഫ്യൂരിക്ക് ശേഷം ഇറാന്റെ ആകാശത്ത് അണിനിരുന്നത്. അങ്ങനെ വളരെ വലിയ വ്യോമാക്രമണമാണ് ഇറാനിലെങ്ങും നടക്കുന്നത്. പടിഞ്ഞാറ് ഭാഗത്ത് ഇസ്രയേലും അതുപോലെ തന്നെ കിഴക്ക് ഭാഗത്ത്, ഇറാന്റെ കിഴക്ക് ഭാഗത്ത് അമേരിക്കയുമാണ് ആക്രമണം നടത്തുന്നത്. വളരെ വലിയ വ്യോമാക്രമണമാണ് ഇറാനിലെങ്ങും നടക്കുന്നത്. ഇറാന്റെ എല്ലാ പ്രവിശ്യകളിലും ഇതിനകം ആക്രമണം നടന്നെന്നാണ് ലഭ്യമാകുന്ന വിവരം. 131 കൗണ്ടികളിലും ഈ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരവും പുറത്തു വരികയാണ്. ഇറാനിലെ നഗരങ്ങളും അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങളും ഈ റഡാർ നിരീക്ഷണം അടക്കമുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ദിവസം വരെ ഈ അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തിയത്. അങ്ങനെയെങ്കിൽ മരണസംഖ്യ ഇനിയും കൂടാൻ ഇടയുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചുള്ള കണക്കുകൾ ഇറാൻ ഭരണകൂടം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഏതായാലും മരണസംഖ്യ ഇപ്പോൾ 500 കടന്നതായി ഇറാനിയൻ റെഡ് ക്രസന്റ് അറിയിച്ചിരിക്കുന്നു. അസിത, ഈ സംഘർഷ സാധ്യതയുമായി ബന്ധപ്പെട്ട് അതിൽ ഏതെങ്കിലും നിലയിലുള്ള അയവുണ്ടാകുമെന്നുള്ളതാണ് സരുൺ ഏറ്റവും പ്രധാനം. ഇന്നലെ അങ്ങനെ ആശങ്കയുടെ മണിക്കൂറുകളിലാണ് ഒരു പ്രത്യാശയുടെ വാർത്ത വന്നത്. അത് ഒമാന്റെ ചില പ്രതികരണമായിരുന്നു. മധ്യസ്ഥതയിൽ തന്നെ ചർച്ചകൾ തുടരാം, ചർച്ചകൾ നടത്താമെന്ന് ഇറാൻ അറിയിച്ചുവെന്നും അമേരിക്ക അത് അംഗീകരിച്ചും എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സ്ഥിതിഗതികൾ ആകെ മാറുകയാണ്. ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചനകൾ നൽകുന്നതിനോടൊപ്പം ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഈ ആക്രമണം തുടരും എന്നുള്ളൊരു പ്രതികരണം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ സ്വാഭാവികമായും ഇനി മധ്യസ്ഥ രാജ്യങ്ങളുടെ റോളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പക്ഷേ അത്തരം ഒരു സൂചനയും എവിടെ നിന്നും വരുന്നില്ലേ ഈ ഘട്ടത്തിൽ? അസിത, ഈ സൈനിക നടപടി, ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും സൈനിക നടപടി 1-2 ദിവസങ്ങൾ കൊണ്ട് അവസാനിക്കുന്നതല്ല എന്ന് ഇതിനകം വ്യക്തമായിരിക്കുന്നു. ഈ സൈനിക നടപടി 4 മുതൽ 5 വരെ ആഴ്ചകൾ നീണ്ടേക്കാമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പ്രത്യേക കാരണങ്ങൾ ഉണ്ട്. കാരണം അതിൽ ഒന്നാമത്തെ കാരണം ഇറാന്റെ സേനയാണ്. IRGC എന്ന് പറയുന്ന ഇറാന്റെ ഏറ്റവും അഭിമാന സേനയാണ് അതിൽ ഒരു ഘടകം. IRGC ഇറാൻ പരമോന്നത നേതാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ കീഴിലുള്ള അവരുടെ സമാന്തര യുദ്ധസേനയാണ്. ആ സേനയ്ക്ക് ഇറാൻ പരമോന്നത ഭരണാധികാരിയോട്, പരമോന്നത നേതാവിനോടാണ് ഏറ്റവും കൂറുള്ളത്. അവർ കീഴടങ്ങാൻ യാതൊരു സാധ്യതയുമില്ല. നേരത്തെ ശനിയാഴ്ച ഈ ആക്രമണത്തിന് ശേഷം ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു, നിങ്ങൾ കീഴടങ്ങുമെങ്കിൽ എല്ലാ ഇമ്മ്യൂണിറ്റിയും നിങ്ങൾക്ക് തരാം എന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ വിട്ടുവീഴ്ചയ്ക്കില്ല എന്ന നിലപാടിലാണ് IRGC. അതിന് പുറമെ IRGCയുടെ നിയന്ത്രണത്തിലുള്ള ലെബനനിലെ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ യമനിലെ ഹൂതികളും അവരും ആക്രമണം തുടങ്ങിയിരിക്കുകയാണ്. യമനിലെ ഹിസ്ബുള്ള വടക്കൻ ഇസ്രായേൽ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ തുടരുകയാണ്. തിരിച്ച് ഇസ്രായേലും ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇറാനിൽ നിന്ന് നേരിട്ട് IRGC ആക്രമണം നടത്തുന്നതിനൊപ്പം തന്നെ IRGCയുടെ നിയന്ത്രണത്തിൽ ഹിസ്ബുള്ളയടക്കം മറ്റൊരു സ്ഥലത്ത് ആക്രമണം തുടരുകയാണ്. അങ്ങനെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ഇറാൻ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ ഇറാനിലെ സുരക്ഷാകാര്യ സെക്രട്ടറി ലാരിജാൻ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല, അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നാണ് അദ്ദേഹം ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാനും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെയും ഇറാനും വിട്ടുകൊടുക്കില്ല എന്ന് ഇതിനകം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സൈനിക നടപടികൾ ആഴ്ചകളോളം എടുത്തായിരിക്കും അവസാനിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.